വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മെയിൻ സീൻസ് ഓഫ് എപ്പിസോഡ്സിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് അത്യാവശ്യം നല്ലൊരു എപ്പിസോഡ് തന്നെയാണ്, എല്ലാവരും മിസ്സാക്കാതെ കാണുക. ഇന്നത്തെ എപ്പിസോഡിൽ ഒരു സീനാണ് ഞാൻ ആദ്യം തന്നെ പറയുന്നത്. അങ്ങനെ ക്രിഷ് ആണെങ്കിൽ റേഞ്ച് കിട്ടിയതറിഞ്ഞ് ഉടൻ തന്നെ സാഗറിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ സാഗറാണെങ്കിൽ കോൾ എടുത്തതിന് ശേഷം സ്പീക്കറിലിടുന്നുണ്ട്. എന്നിട്ട് സുജി എടുത്ത് പറയുന്നുണ്ട് ക്രിഷാ വിളിച്ചതെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ആൻറ്റി അമ്മയും സുജിയും സാഗറോട് ക്രിഷ് എന്താ പറയാൻ പോകണമെന്ന് ഇങ്ങനെ കേൾക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ക്രിഷ് പറയുന്നുണ്ട് ഹലോ അച്ഛൻ ഞാനാണെന്ന്. അങ്ങനെ ഇത് കേൾക്കുന്ന സുജിക്കാണെങ്കിൽ ഒരു സന്തോഷമാണ്, കാരണം കൃഷിൻ്റെ ഒച്ച കേൾക്കാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷമാണ്. പിന്നീട് സുജിയാണെങ്കിൽ ഉടനെ കൃഷ്ണനോടായിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ സേഫാണോ, നിങ്ങൾ കാടിൻ്റെ നടുക്കാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് കൃഷി പറയുന്നുണ്ട് ഞങ്ങൾ സേഫാണ്, ഞാനും കൺമണി ഇപ്പോൾ ഒരു പ്രശ്നമില്ലാതെ ഇവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഇപ്പോൾ കാടിൻ്റെ നടുക്കാണ്. പിന്നെ നമ്മുടെ മഹിയും പോലീസുകാരൊക്കെ ഞങ്ങളെ തേടി ഇറങ്ങിയിട്ടുണ്ട്, ഞാൻ ലൊക്കേഷനൊക്കെ അയച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന സാഗറിന് സുജയ്ക്ക് സത്യം പറഞ്ഞാൽ അവയുടെ മകൻ ജീവനോടെ ഉണ്ടെന്നൊരു തെളിവ് ലഭിച്ചല്ലോ എന്നുള്ളതിൽ സന്തുഷ്ടയാണ്. പക്ഷെ ആ സമയത്ത് ആൻറ്റിയമ്മ വേറെയൊക്കെയാണ് മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നത്. തുടർന്നാണെങ്കിൽ കൃഷി പറയുന്നുണ്ട് ഞങ്ങളെന്തായാലും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരും, പിന്നെ ഞങ്ങൾക്ക് ഇറങ്ങിയ ഉടൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്യണം, എന്നിട്ടേ വീട്ടിലേക്ക് വരാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ സാഗർ പറയുന്നുണ്ട് മോനെ ഞാൻ എന്നാൽ പിന്നെ പോലീസ് സ്റ്റേഷനിൽ വന്ന് നിൽക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് സുജി പറയുന്നുണ്ട് ഇല്ല മോനെ ഞാനിവിടെ വരാം എന്ന് പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ പിന്നീട് സുജി പറയുന്നുണ്ട് ആ ബലരാമൻ അവന് ചതിന, അവനല്ലേ ഇതെല്ലാ പ്രശ്നങ്ങൾക്ക് കാരണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നമ്മുടെ സാഗർ പറയുന്നുണ്ട് അവൻ വലിയൊരു വിശ്വാസവഞ്ചനയാണ് കാണിച്ചത്, അവൻ എന്തൊക്കെയാണ് ഇവിടെ ചെയ്തു കൂട്ടിയത്, അതുകൊണ്ട് തന്നെ എന്തൊക്കെ വകുപ്പുകളുണ്ടോ അതൊക്കെ ചുമത്തി അവനെ കുറേ നാൾ പോലീസ് സ്റ്റേഷനിൽ കിടത്തണം, അവന് തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറയുന്നുണ്ട് സാഗർ. ശേഷം കൃഷി പറയുന്നുണ്ട് സമാധാനം, ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞത് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് മനസ്സിലായല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് സാഗർ പറഞ്ഞു അതേ മോനെ നീ പറഞ്ഞത് സത്യം, ഞങ്ങൾ അന്നൊന്നും നിന്നെ മുഖവിലേക്ക് എടുത്തില്ല, പക്ഷേ ഇപ്പോഴാണ് നിൻ്റെ വാക്കുകളിൽ സത്യം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലാകുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് കൃഷി ചോദിക്കുന്നുണ്ട് ആൻറ്റിയമ്മ അവിടെ ഇല്ല, ആൻറ്റിയമ്മയുടെ അനക്കമൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ സാഗർ പറയുന്നുണ്ട് ഇവിടെ ഉണ്ടെങ്കിൽ കൊടുക്കാം. അങ്ങനെ സാഗറിൻ്റെ ഇത് പെട്ടെന്ന് ഫോൺ അങ്ങ് പിടിച്ചു മേടിക്കുകയാണ് ആൻറ്റിയമ്മ. എന്നിട്ട് ആൻറ്റിയമ്മ സംസാരിക്കുകയാണ്. ആൻറ്റിയമ്മ മാറി എന്നാണ് കൃഷ്ണനോടായിട്ട് സംസാരിക്കുന്നത്. പിന്നീട് ആൻറ്റിയമ്മ കൃഷ്ണൻ്റെ അടുത്ത് പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും സംസാരിച്ചതിന് ശേഷം സംസാരിക്കാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു എന്ന്. എന്നിട്ട് ആൻറ്റിയമ്മ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് കൃഷ്ണൻ്റെ അടുത്ത്. കൃഷ്ണ ഒട്ടും പ്രതീക്ഷയില്ല. നീ എന്തിനാ മോനൂട്ട കൺമണിയുടെ പുറകെ പോയത്, അവളെ രക്ഷിക്കാൻ പോലീസൊക്കെ ഇല്ലേ, പിന്നെ നീ എന്തിനാ ചാടിക്കയറി കൺമണിയുടെ പുറകെ രക്ഷിക്കാനായിട്ട് അവളെ പോയതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന കൃഷിയാണെങ്കിൽ ഇങ്ങനെ ഞെട്ടിയിരിക്കുക. എന്നിട്ട് ചോദിക്കുന്നുണ്ട് മോനെ നീ മാനസയെ മറക്കല്ലേ, എല്ലാത്തിനും മീതെ മാനസയെ നിനക്ക് വേണ്ടതെന്ന് നീ ഓർക്കണം, മാനസയെ വിട്ട് ഒരു കളിക്ക് നീ നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്, അവളെ മറക്കാനും പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ട് കൃഷിനാണെങ്കിൽ ഇവരെന്തൊക്കെയായി പറയുന്നതെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുവാണ്. കൃഷി സത്യം പറഞ്ഞാൽ അന്വേഷിച്ചത് കുറ്റമായിപ്പോയി. ആ ഒരു രീതിയിൽ മര്യാദയ്ക്ക് നിന്നപ്പോൾ കൃഷി അങ്ങോട്ട് കയറി ചോദിക്കുകയാണ് ഇത് ആൻറ്റിയമ്മ എവിടെയെന്ന്. അതുകൊണ്ട് അവനിപ്പോൾ ചോദിച്ചത് കുറ്റമായി പോയ പോലെ ആയിട്ടുണ്ട്. അങ്ങനെ കൃഷിയാണെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൺമണി നോക്കുന്നുണ്ട്, കാരണം കൺമണി തൊട്ട് പുറകിലുണ്ട്, അപ്പോൾ കേൾക്കാമല്ലോ പറയുന്നത്. ആ ഒരു രീതിയിൽ കൃഷിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. പിന്നീടാണെങ്കിൽ കൃഷി ആൻറ്റിയമ്മ എടുത്ത് പറയുന്നുണ്ട് ആൻറ്റിയമ്മ ഇതെന്താ ആൻറ്റിയമ്മ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. ആ സമയത്ത് ആൻറ്റിയമ്മ പറയുന്നുണ്ട് പിന്നില്ലാതെ നീ ഇങ്ങോട്ട് വാ, എനിക്ക് പലതും നിൻ്റെ അടുത്ത് പറയാനുണ്ടെന്ന്. ആ സമയത്ത് കൃഷിയാണെങ്കിൽ കൺമണി ഇങ്ങനെ നോക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ആൻറ്റിയമ്മ ഞാൻ പിന്നീട് വിളിക്കാം, ഞാൻ വന്നിട്ട് സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ആൻറ്റിയമ്മ ദേഷ്യത്തിൽ നീ ഇങ്ങോട്ട് വാ, എനിക്ക് കുറച്ച് പറയാനുണ്ടെന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കൃഷിയാണെങ്കിൽ കൺമണി ഇങ്ങനെ നോക്കുന്നുണ്ട്, കൺമണി എന്തെങ്കിലും കേട്ടോ എന്ന രീതിയിൽ നോക്കുന്നുണ്ട്. പിന്നീട് കൺമണിയാണെങ്കിൽ തിരക്കുന്നുണ്ട് കൃഷ്ണനോട് എന്താ അവിടെ സംസാരിച്ചതെന്നൊക്കെ. ആ സമയത്ത് കൃഷി പറയുന്നുണ്ട് അതൊന്നും ഇല്ല, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ശേഷം കൃഷി ഇങ്ങനെ പറയുന്നുണ്ട് ഇന്ന് എനിക്ക് വീട്ടിൽ പോകണം, വീട്ടിൽ പോയതിന് ശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാണ്ട്, പിന്നെ നമ്മുടെ കല്യാണം നടത്തണം, അതൊക്കെയാണ് എൻ്റെ ഏക ചിന്ത എന്നിങ്ങനെ കൃഷി പറയുന്നുണ്ട്. പിന്നീടാണെങ്കിൽ കൺമണി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അല്ല സാറ് എങ്ങനെ എൻ്റെ കാര്യം വീട്ടിൽ അവതരിപ്പിക്കാൻ പോകുന്നത്, അതൊന്ന് കാണിച്ചു തരുമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് കൃഷി പറയുന്നുണ്ട് അതൊരു നാടകം പോലെ ഞാൻ കാണിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. ശേഷം കൃഷി ഇങ്ങനെ പറയുന്നുണ്ട് അതായത് ഞാൻ കൃഷിയും കൺമണി എൻ്റെ അച്ഛനും അമ്മയും, ആ രീതിയിലായിരിക്കും നാടകത്തിൻ്റെ ക്യാരക്ടേഴ്സ് വരുന്നത്. അപ്പോൾ കൺമണി അതിന് യോജിച്ച രീതിയിൽ മറുപടി പറയണം. ഓക്കെ എന്നാൽ നമുക്ക് നാടകം സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കൃഷി പറഞ്ഞു തുടങ്ങുകയാണ്. തുടർന്ന് കൃഷി പറയുന്നുണ്ട് അച്ഛ അമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ട്, അതായത് പ്രധാനപ്പെട്ട കാര്യമാണ്,
അപ്പോഴത്തേക്ക് കൺമണി ഇങ്ങനെ കൈയും കെട്ടി ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് കൃഷി പറയുന്നുണ്ട്, പറ എടുത്ത് ചോദിക്ക്, എന്താ കാര്യം എന്ന് ചോദിക്കുക എന്ന് പറയുന്നുണ്ട് കൃഷി. അങ്ങനെ കൺമണി ചോദിക്കുന്നുണ്ട് എന്താന്ന്. ആ സമയത്തുണ്ട് കൃഷി പറയുന്നുണ്ട്, അത് പിന്നെ ഈ ലോകത്തെ എല്ലാ കാര്യങ്ങളും, അതായത് എൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തന്നിട്ടുള്ള അച്ഛനും അമ്മയും തന്നെയാണ്. എൻ്റെ ഒരു കാര്യങ്ങൾ ഇന്നവരെ നിങ്ങൾ നിറവേറ്റാൻ തന്നിട്ടുമില്ല, എൻ്റെ ഒരു ആഗ്രഹത്തിന് കൂട്ടി നിൽക്കാതെ നിന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരു കാര്യം പറയണ്ട, അതായത് എൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നുണ്ട്. എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ് എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന കൺമണി അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, ഏത് പെൺകുട്ടിയെ. ആ സമയത്ത് കൃഷി പറയുന്നുണ്ട്, അത് എനിക്ക് കൺമണിയാണ് ഇഷ്ടം എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന കൺമണിയോ, നമ്മുടെ ഡിസൈനറിനെയോ. ആ സമയത്ത് കൃഷി പറയുന്നുണ്ട്, അതെ അലിഗയിലെ ഡിസൈനറിനെ തന്നെയാന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ കൺമണി പറയുന്നുണ്ട്, എടാ നീ എന്തറിഞ്ഞിട്ടാണ് പറയുന്നത്, അവളുടെ വീട്ടുകാരെക്കുറിച്ച് നിനക്ക് അറിയത്തില്ല. അവളുടെ വീടാണെങ്കിൽ ജപ്തിയിലാണ്, അവളുടെ അച്ഛനാണെങ്കിൽ ഒരു നിത്യരോഗി, പിന്നെ അവളുടെ ഏട്ടത്തെയാണെങ്കിൽ ഒരു പലിശക്കാരി, പിന്നെ അവളുടെ ചേട്ടനാണെങ്കിൽ ഒരു ഡ്രൈവർ. അപ്പോൾ ഇവിടുന്ന് നിനക്കിതൊന്നും കണ്ടിട്ടൊന്നും തോന്നില്ല, അല്ലെങ്കിൽ തന്നെ അവൾക്ക് എന്ത് ക്വാളിറ്റി ഉണ്ടായിട്ടാണ് നീ അവളെ ഇഷ്ടപ്പെടുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് കൃഷി ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്കതൊന്നും പ്രശ്നമല്ല, ഞാൻ ഇഷ്ടപ്പെട്ട കൺമണിയാണ്, അല്ലാതെ അവളുടെ വീട്ടുകാരെ അല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം കൺമണിയെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അവളെ വേണം, മറ്റൊന്നും എനിക്ക് വേണ്ട ഈ ലോകത്തെന്ന് പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നമ്മുടെ കൺമണി ഭയങ്കര റിയലിസ്റ്റിക് ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു കൃഷി ഇത് വീട്ടിൽ അവതരിപ്പിക്കുമ്പോൾ സാഗർ പോലും ഇത്രയും റിയലിസ്റ്റിക് ആവില്ല, പക്ഷേ കൺമണി ഭയങ്കര റിയലിസ്റ്റിക് ആണ് കേട്ടോ. അങ്ങനെ കൺമണിയാണെങ്കിൽ ഇങ്ങനെ കൈയൊക്കെ ചൂണ്ടി പറയുന്നുണ്ട്, ഇതാണ് നിൻ്റെ തീരുമാനമെങ്കിൽ നീ നാളെ തന്നെ അലിക്കൊന്ന് പോകണമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് കൃഷി ഇങ്ങനെ പറയുന്നുണ്ട്, നാളെ ആക്കുന്ന എന്തിനാ, ഇപ്പോൾ തന്നെ ഞാൻ പോകാമല്ലോ എന്ന് പറയുന്നുണ്ട്. പിന്നീട് കൃഷിയാണെങ്കിൽ പറയുന്നുണ്ട്, കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു നിധി തന്നെയാണ് കൺമണി, അതുകൊണ്ട് തന്നെ എനിക്ക് കൺമണിയെ മതി, അത്രമാത്രം ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് മറ്റൊന്നും ഈ ലോകത്ത് വേണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ കൺമണി ഇതൊക്കെ കേട്ടങ്ങ് മാനം മുട്ടേ പൊങ്ങി നിൽക്കുക. വേണം മാനം മുട്ടേന്ന് പറയാൻ പറ്റില്ല, അതിന് മുകളിൽ തന്നെ കൺമണി ആയിട്ടുണ്ട് ഈ സമയം കൊണ്ട്. ശേഷം കൺമണിയാണെങ്കിൽ അപ്പോഴും ആക്ടിങ് എന്ന് പറയുന്ന സംഭവം മറക്കുന്നില്ല കേട്ടോ. അങ്ങനെ കൺമണിയാണെങ്കിൽ ഉടനെ പിന്നെ സാഗറായിട്ട് അഭിനയിച്ച് പറയുവാണ്, അല്ല നിനക്ക് മറ്റൊരു പെണ്ണുങ്ങളും കിട്ടാത്ത പോലെയാണല്ലോ നീ ഇങ്ങനെ പറയുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് കൃഷി പറയുന്നുണ്ട്, എനിക്ക് കൺമണിയാണ് വലുത്, എനിക്ക് കൺമണിയെ മാത്രം മതി, അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ടാണ് ഞാൻ അവളെ സ്നേഹിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്തുടനെ കൺമണി പിന്നെയും പറയുന്നുണ്ട്, നീ അവളെ എങ്ങാനും ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വന്നാൽ നിനക്ക് ഞങ്ങളുടെ മനസ്സിൽ ഈ വീട്ടിലുള്ള സ്ഥാനം പോകുമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് കൃഷി പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ കൺമണിയുടെ മനസ്സിലുള്ള സ്ഥാനം മാത്രം മതി, അല്ലാതെ ആരുടെ മനസ്സിൽ എനിക്ക് സ്ഥാനം വേണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ 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 ഒരുപാട് ചോദ്യങ്ങൾ കേട്ടോ കൺമണി ഇങ്ങനെ ചോദിക്കുന്നു, അതിന് കൃഷി പറയുന്നു. അങ്ങനെയൊക്കെയാണ്. അവസാനം കൺമണിയുടെ മനസ്സിലുണ്ടായ ഒരു ചോദ്യം കൺമണി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം ഇതായിരുന്നു, സാറിന് എന്ന് മുതൽ എന്നോട് സ്നേഹം തോന്നി തുടങ്ങിയെന്ന്. അപ്പോൾ ഇതേക്കുന്ന കൃഷി ആണെങ്കിൽ കേട്ട പാടെ കേൾക്കാത്ത പാടെ ഒറ്റ ഉത്തരമാണ്. കൃഷി പറയുന്നുണ്ട്, അങ്ങനെ ചോദിച്ചാൽ എനിക്കൊരു ഉത്തരമില്ല, പക്ഷേ നമ്മളിപ്പോൾ കാറ്റിനെയും കടലിനെയും ഒക്കെ സ്നേഹിക്കുന്നില്ലേ, നിലാവിനെയൊക്കെ, അതെന്തുകൊണ്ടാണ് നമുക്ക് എന്ന് സ്നേഹം തോന്നിയെന്നല്ലോ നമുക്കറിയോ, ഇല്ല. പക്ഷേ അതുപോലെ തന്നെയാണ് കൺമണിയോടുള്ള എൻ്റെ സ്നേഹവും. അങ്ങനെ എന്നാ എപ്പോഴാണെന്നൊന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം എനിക്കില്ല. പക്ഷേ കൺമണിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കൺമണി, ഈ മുത്തിനെ ഞാൻ ഒരിക്കലും ആർക്കും വിട്ടുകൊടുക്കില്ല, നീ എൻ്റേത് മാത്രമാണ്, എൻ്റെ മാത്രം സ്വന്തം സ്വത്താണെന്നൊക്കെ ഇങ്ങനെ കൃഷി പറയുന്നുണ്ട്. ശേഷം കൃഷി ആണെങ്കിൽ ഇങ്ങനെ കൺമണിയെ ചേർത്ത് പിടിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ ഇടയായിട്ടേ കൃഷി കെട്ടിപ്പിടുത്തം മാത്രമേ ഉള്ളൂ, എനിക്കൊന്ന് ലൈസൻസ് കിട്ടിയല്ലോ ഇപ്പോൾ കെട്ടിപ്പിടിക്കാൻ, അതുകൊണ്ട് ഉമ്മ വയ്ക്കുന്ന കാര്യം വിട്ടു പോകുന്നതാണെന്ന് തോന്നുന്നു. മുമ്പത്ത് പറഞ്ഞാൽ ആറ്റുനോറ്റിരിക്കുന്ന സമയത്തായിരിക്കുമല്ലോ ഇങ്ങനെയൊക്കെ ഓരോ മൂമെൻറ്റ്സ് കിട്ടുന്നത്, അപ്പോൾ കൃഷി അങ്ങ് ഉമ്മ വയ്ക്കും. പക്ഷേ ഇപ്പോൾ കൃഷിന് തോന്നുമ്പോൾ മൂമെൻറ്റ്സ് ഉണ്ടാക്കാമല്ലോ, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ കൃഷി ഇപ്പോൾ ഉമ്മയൊന്നും അങ്ങനെ കൊടുക്കാത്തത്. പിന്നീടാണെങ്കിൽ അവരങ്ങനെ പ്രണയാർത്ഥരായ അവരുടേതായിട്ടുള്ള ഒരു ലോകത്തേക്ക് അങ്ങ് പോവുകയാണ്, അവരെ മാത്രമുള്ള അവരുടേതായ ലോകത്തേക്ക്. പിന്നീടാണെങ്കിൽ മറ്റൊരു സീനാണ് കാണിക്കുന്നത്. ആ സീനിൽ സത്യം പറഞ്ഞാൽ കൺമണി ഇങ്ങനെ കൺമണിയുടെ വീട്ടിലേക്ക് വിളിക്കും. അപ്പോൾ അച്ഛനെയാണ് വിളിക്കുന്നത്. അങ്ങനെ അച്ഛൻ ഫോൺ എടുത്തതിന് ശേഷം ഇങ്ങനെ ധനലക്ഷ്മി അടുത്ത് വന്നേക്കുമ്പോൾ ധനലക്ഷ്മി അടുത്തായിട്ട് പറയും, ആ കൺമണി ഇതായി വിളിച്ചു എന്നൊക്കെ പറയും. ആ സമയത്താണെങ്കിൽ ഉടനെ ധനലക്ഷ്മി ആണെങ്കിൽ ഇങ്ങനെ ഭയങ്കര ഒച്ചയിൽ, മനോജേട്ടാ ആ കൺമണി ചത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കൺമണിക്ക് കേൾക്കാമല്ലോ. അങ്ങനെ കൺമണിയുടെ മനസ്സ് നോവുന്നുണ്ട് അത് കേട്ടിട്ട്. അങ്ങനെ കോളൊക്കെ കട്ട് ചെയ്ത ശേഷം കൺമണി ഇങ്ങനെ വിഷമിച്ച് അക്കാര്യം ഓർത്ത് നിൽക്കുമ്പോഴായിരിക്കും അങ്ങോട്ട് കൃഷി ചെയ്യുന്നത്. അങ്ങനെ കൃഷി ചോദിക്കുന്നുണ്ട്, കൺമണി ഇപ്പോൾ ആലോചിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം, തൻ്റെ ഏട്ടത്തി നേരത്തെ പറഞ്ഞ വാക്കുകളില്ലേ, അവരങ്ങനെയൊക്കെയല്ലേ, കൺമണി അത് വിട്ടുകളാന്ന് പറയുന്നുണ്ട്. ആ സമയത്തുണ്ട് ഈ കൺമണി പറയുന്നുണ്ട്, ആ ഏട്ടത്തി അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് തന്നെ മനസ്സിലാക്കിക്കൂടെ, അവരുടെ മനസ്സിൽ ഞാനില്ലെന്നുള്ള കാര്യം. ആ സമയത്താണെങ്കിൽ ഇതൊക്കെ കേട്ട് കൃഷി പറയുന്നുണ്ട്, അവരുടെ മനസ്സിൽ താനുണ്ടോ ഇല്ലയോ എന്നുള്ളത് താൻ നോക്കേണ്ട ആവശ്യമില്ല, എനിക്കറിയാം താൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്, ഒരുപാട് കണ്ണീര് കുടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം, അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ താനുണ്ട്, തനിക്ക് ഞാൻ ഒരുപാട് സ്നേഹം വാരിക്കോരിയായിരിക്കും തരാൻ പോകുന്നത്,
ആ സ്നേഹത്തിൽ താൻ ഇപ്പോൾ ഉണ്ടായ ഈ വിഷമങ്ങളെല്ലാം മറക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കൃഷിൻ്റെ ഈ സ്നേഹപൂർവ്വമുള്ള വാക്കുകളൊക്കെ കേട്ട് കൺമണി ഇങ്ങനെ അതായത് ആനന്ദ കണ്ണീരിങ്ങനെ ഒഴുക്കി നിൽക്കുവാണ്. പിന്നീടാണെങ്കിൽ കൺമണി പറയുന്നുണ്ട്, സത്യം പറയാമല്ലോ, ഞാൻ കുറച്ച് മുന്നേ സാറ് പറഞ്ഞ വാക്കുകളൊക്കെ കേട്ട് സന്തോഷത്തിൻ്റെ അടിത്തട്ടിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുക. ആ സമയത്ത് ഉടനെ കൃഷി പറയുന്നുണ്ട്, അതൊന്നും ഇനി താൻ ഓർക്കേ വേണ്ട, ഇനി സന്തോഷത്തിൻ്റെ നാളുകളായിരിക്കും, അത് മാത്രം താൻ ഇനി കണ്ടിരുന്നാൽ മതി, ഈ കാര്യമൊക്കെ വിടെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീടാണെങ്കിൽ കൺമണി പറയുന്നുണ്ട്, പണ്ടാണെങ്കിൽ ഗോകുൽ ഇങ്ങനെ പറയുമായിരുന്നു, എൻ്റെ ഈ വിഷമങ്ങളൊക്കെ മാറ്റാനും എന്നെ സന്തോഷിപ്പിക്കാനായിട്ട് ഒരു രാജകുമാരൻ വരുമെന്നൊരു ദിവസം. ഞാൻ ആണെങ്കിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഒരു രാജകുമാരൻ ഇങ്ങനെ ഒരു കുതിരപ്പുറത്ത് ഇങ്ങനെ വരും, എന്നിട്ട് എൻ്റെ തലമുടി നാലിൽ ഇങ്ങനെ പിടിച്ച് കയറി എന്നെയും കൊണ്ട് ആ രാജകുമാരൻ കുതിരപ്പുറത്ത് കയറി പോവും എന്നൊക്കെ പറഞ്ഞ് ഓരോരോ കഥകൾ പറയുമായിരുന്നു. ആ സമയത്താണെങ്കിൽ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു രാജകുമാരൻ ഉണ്ടോയെന്ന് തന്നെയായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി, ഞാൻ സിൻഡ്രല്ല രാജകുമാരിയും എൻ്റെ രാജകുമാരനായിട്ട് ഒരാളുണ്ട്, അയാൾ വന്നെത്തി, അയാൾക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ ഇപ്പം നിൽപ്പുണ്ട് എന്നൊക്കെ ഇങ്ങനെ കൺമണി പറയുന്നുണ്ട്. ആ സമയത്ത് കൺമണിയുടെ ഒരു ഇമാജിനേഷൻസ് അന്ന് പറഞ്ഞൊക്കെയാണ് അവൾ ഈ പറയുന്നത്. ആ സമയത്ത് ഋഷി പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ സ്നേഹിക്കുന്നവരിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അന്നേരം സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ തനിക്കറിയാം, നമ്മൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയ ദിവസങ്ങൾ എൻ്റെ മനസ്സിലേക്ക് അതൊക്കെയാണ് ഓടി വരുന്നത്. അങ്ങനെ പിന്നെ കൃഷി ഓർക്കുന്നതാണ് കാണിക്കുന്നത്. അന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കൺമണി പിടിച്ചുകൊണ്ട് പോകുന്നു, ആ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ശേഷം ഇതൊക്കെ ഓർത്ത് ഇരുവരും ചിരിച്ചും സന്തോഷമൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് കൃഷി പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ അന്നാണെങ്കിൽ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു, എന്നാൽ ഇന്ന് എന്ന് പറഞ്ഞ് കൃഷി അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. ഈ കൺമണി സത്യം പറഞ്ഞാൽ കൃഷിൻ്റെ ഈ വാചകമെല്ലാം കേട്ട് അങ്ങനെ ചിരിച്ച് സന്തോഷം, അതായത് അവളിപ്പോൾ സന്തോഷത്തിൻ്റെ ഒരു ലോകത്താണ്. അപ്പോൾ കൃഷി ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് ഫുൾ സ്റ്റോപ്പ് ഇട്ടപ്പോൾ കൺമണി എന്നാലിന്ന് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. തുടർന്ന് കൃഷിയാണെങ്കിൽ പറയുന്നുണ്ട്, അങ്ങനെ ഞാൻ പറയുന്നതായിട്ട് അങ്ങ് ഓസിന് സൂഹിക്കേണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന കൺമണിയാണെങ്കിൽ ഒന്നും മനസ്സിലാക്കി നിൽക്കുവാണ്. ആ സമയത്ത് കൃഷി പറയുന്നുണ്ട്, ചിലവ് ചെയ്താൻ പറയുമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് കൺമണി ചോദിക്കുന്നുണ്ട്, ചിലവോ, എത്ര രൂപയാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് കൃഷി പറയുന്നുണ്ട്, രൂപയൊക്കെ ആർക്ക് വേണോ നീ വെച്ചിരുന്നാൽ മതി, എനിക്ക് അതല്ല വേണ്ടതെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് കൺമണി പിന്നെ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് കൃഷി പറയുന്നുണ്ട്, മുത്തുക്കോ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് മുത്തുക്കോ എന്ന് പറഞ്ഞാൽ എന്നുള്ള രീതി ഇങ്ങനെ നിൽക്കുവാണ്. ആ സമയത്ത് കൃഷി പറയുന്നുണ്ട്, അതെ മുത്തുക്കോ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് കൺമണിക്ക് കാര്യം കത്തുന്നുണ്ട്. അപ്പോൾ കൃഷി ഇത്രയും ദിവസം കൃഷി ഒന്നും എടുക്കാതെ കെട്ടിപ്പിടുത്തം മാത്രമായ കാര്യം മനസ്സിലാക്കുക എല്ലാവരും. അതായത് കൃഷിന് കൺമണി ഇങ്ങോട്ട് വേണം, എന്നാലേ കൃഷി ഇനി അങ്ങോട്ട് കൊടുക്കൂ എന്നൊരു ഇതാണ് കൃഷിൻ്റെ മനസ്സിൽ. കൺമണിയോട് കനിവിനായി കൈനീട്ടി നിൽക്കുന്ന കൃഷ്ണനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. കൺമണി കനിയുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്